ഈ രണ്ട് വീഡിയോയും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടെങ്കിൽ മാത്രമേ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കാം. ആദ്യത്തെ വീഡിയോ. കർണാടകയിൽ വെച്ചുണ്ടായ മണ്ണിടിച്ചിൽപ്പെട്ട് 72 ദിവസത്തോളം ലോറിയുമായി പുഴയുടെ അടിത്തട്ടിൽ കിടന്ന അർജുൻ എന്ന യുവാവിൻ്റെ മൃതദേഹം കരക്കെടുത്ത് നാട്ടിലെത്തിച്ചപ്പോൾ CPM പ്രവർത്തകർ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്ന ഒരു വീഡിയോ ആണിത്. അവിടെ പോയി സെൽഫി എടുത്തതും ഫേസ്ബുക്കിൽ കുറച്ച് ഫോട്ടോ അപ്ലോഡ് ചെയ്തതും കർണാടക മന്ത്രിമാരുടെ പേജുകളിൽ പോയി തെറി വിളിച്ചതുമല്ലാതെ അർജുനൻ്റെ മൃതദേഹം കരയിലെത്തിക്കാനും കേരളത്തിലേക്ക് എത്തിക്കാനും എന്താണ് ചെയ്തതെന്ന് സഖാക്കൾ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ്. അതെന്തായാലും ആയിക്കോട്ടെ, അതല്ല ഇവിടെ വിഷയം. രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ രണ്ടാമത്തെ വീഡിയോയും കൂടി ഒന്ന് കാണാം. ആദ്യത്തേത് 72 ദിവസത്തോളം വെള്ളത്തിനടിയിൽ കിടന്ന അർജുൻ്റെ മൃതദേഹം പുറത്തെത്തിച്ചപ്പോൾ ആദരാഞ്ജലികൾ അർപ്പിച്ചതാണെങ്കിൽ രണ്ടാമത്തേത് അവരുടെ പ്രിയങ്കരനായ നേതാവ് ആര്യാടന്മാരുടെയും കോൺഗ്രസിൻ്റെയും കുത്തകയായിരുന്ന നിലമ്പൂർ സീറ്റ് പിടിച്ചെടുത്ത് CPMന് സമ്മാനിച്ച അവരുടെ പ്രിയങ്കരനായ MLA, പ്രിയങ്കരനായ നേതാവ് രാമനും രാവണനും രാവണപ്രഭുവുമൊക്കെ ആയിരുന്നു പ്രിയപ്പെട്ട നേതാവിനെ വെട്ടിയെരിഞ്ഞ് പുഴയിൽ തള്ളും എന്ന വീഡിയോ ആണ് രണ്ടാമത്തത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ CPMനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഹായിക്കുന്ന RSSനെ വിമർശിച്ചതിൻ്റെ പേരിലും RSSുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഇടനിലക്കാരനാവുന്ന ADGP അജിത് കുമാറിനെതിരെ മധ്യസ്ഥത വഹിക്കുന്ന ADGP അജിത് കുമാറിനെതിരെ തിരിഞ്ഞതുമാണ് സഖാക്കൾ ഇത്രയധികം അൻവറിനെതിരെ തിരിയാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. അപ്പോൾ എങ്ങനെയുണ്ട് നിലപാടുകൾ?